ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് സിപിഎം ഇറങ്ങി. ഭാഗികമായി തകർന്ന കെട്ടിടത്തിൽ നിന്നും സ്കൂൾ സംവിധാനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് മണിക്കൂറുകൾക്കുള്ളിൽ. ജില്ലാ കളക്ടറുടെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ജനങ്ങളിറങ്ങി സ്കൂൾ സംവിധാനം പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ശക്തമായ മഴയെ തുടർന്ന് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നപ്പോൾ സമരം ചെയ്യാനെത്തിയ ബിജെപിയും കോൺഗ്രസും ഈ ജനകീയ പ്രവർത്തനത്തിൽ പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പെയ്യുന്ന ശക്തമായ കാറ്റിലും മഴയിലും കാർത്തികപ്പള്ളിയിലെ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു പോയപ്പോൾ അതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം നടത്തി രാഷ്ട്രീയവൽക്കരിക്കുകയായിരുന്നു കോൺഗ്രസും ബിജെപിയും. മാത്രമല്ല, ഈ സ്കൂൾ കെട്ടിടം അപകടകരമായ നിലയിൽ അന്ന് കണ്ടെത്തി കുറച്ചു കാലമായി ഇവിടെ കുട്ടികളുടെ പഠനവും നടന്നിരുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും ബോധ്യമായിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സർക്കാർ സ്കൂളിനെതിരെ സമരം ചെയ്യാനാണ് കോൺഗ്രസും ബിജെപിയും ശ്രമിച്ചത്. തൊട്ടു സമീപത്ത് തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിലേക്ക് സ്കൂൾ മാറ്റാതിരുന്നത് ഇവിടെ വൈദ്യുതി ബന്ധം ഇല്ലാതിരുന്നതുകൊണ്ടാണ്. ഈ കെട്ടിടം പണി തീർന്നപ്പോൾ അതിന് ഫിറ്റ്നസ് വാങ്ങിക്കൊടുക്കാനുള്ള താല്പര്യം ചിങ്ങോലി പഞ്ചായത്തും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും MLAയും കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇപ്പം തിരക്കിട്ട് ഈ ക്ലാസ് അറേഞ്ച് ചെയ്യേണ്ടി വരത്തില്ല. താൽക്കാലിക ഫിറ്റ്നസ് കിട്ടിയിരുന്നെങ്കിൽ ഈ കെട്ടിടം പഴയ കെട്ടിടം എപ്പോഴേ പൊളിച്ചു മാറ്റാൻ കഴിയുമായിരുന്നു. അത് പൊളിച്ചു മാറ്റാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടവർ അത് ചെയ്യാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ഖേദകരമാണ്, വിമർശനാത്മകമാണ്. സംഭവത്തിന് ശേഷം ജില്ലാ കളക്ടർ ഇടപെട്ട സ്കൂൾ നാളെ മുതൽ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ കർശന നിർദ്ദേശം നൽകി. ഒപ്പം പഴയ സ്കൂൾ പൂർണ്ണമായും കുട്ടികൾ കടക്കാത്ത തരത്തിൽ നിയന്ത്രിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ കെട്ടിടം മാറ്റാനുള്ള നിർദ്ദേശം വന്നതോടെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് CPIM-ഉം DYFI-യും SFI-യും രംഗത്ത് വരികയായിരുന്നു. പിന്നീടെല്ലാം ഞൊടിയിട കൊണ്ട് സംഭവിച്ചു. പഴയ കെട്ടിടത്തിലെ ബെഞ്ചുകളും ഡെസ്കുകളും അടക്കം എല്ലാ സംവിധാനങ്ങളും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ CPIM-ന്റെ നേതൃത്വത്തിൽ നാട്ടുകാരെ സംഘടിപ്പിച്ച് നടത്തിയ പ്രവർത്തനം വിജയം കണ്ടു. മണിക്കൂറുകൾക്ക് മുൻപായി പൂർണ്ണമായും പഴയ സ്കൂൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറി. അങ്ങനെ വീണ്ടും നാടിനും നാട്ടുകാർക്കും മാതൃകയാവുകയാണ് CPIM-ഉം DYFI-യും SFI-യും. എന്നാൽ കെട്ടിടം തകർന്നു വീണപ്പോൾ സംഘർഷമുണ്ടാക്കാനും സമരം ചെയ്യാനുമെത്തിയ കോൺഗ്രസിനെയും BJP-യെയും പുതിയ കെട്ടിടത്തിലേക്ക് സ്കൂൾ സംവിധാനം മാറ്റുന്ന ജനകീയ പ്രവർത്തനങ്ങളിൽ ഒന്നും കണ്ടില്ല. അതുതന്നെയാണ് ഇന്ന് കേരളം കാണുന്നത്. ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കായി മാത്രം എത്തുന്ന ചില രാഷ്ട്രീയ നേതാക്കളെയും പ്രവർത്തകരെയും ഇത്തരം ജനകീയ പ്രവർത്തനങ്ങളിൽ ഒന്നും കാണാറുമില്ല. കൈരളി ന്യൂസ്, ആലപ്പുഴ.